മുർഷിദാബാദിനെ പിറകെ പശ്ചിമബംഗാളിൽ സൗത്ത് 24 പർഗാനാസിലും സംഘർഷം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾ കത്തിച്ചു. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കലാപം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മമതാ സർക്കാരിൻ്റെ കലാപകാരികൾക്കുള്ള പിന്തുണ തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്നതും? നിലവിലെ സാഹചര്യം എന്താണ്? സൂചിപ്പിച്ചതുപോലെ പശ്ചിമബംഗാളിൽ കൂടുതൽ മേഖലയിലേക്ക് ഈ സംഘർഷവും കലാപവും വ്യാപിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുകയും ആ പ്രതിഷേധം ഹിന്ദു വിരുദ്ധ കലാപത്തിലേക്കും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുർഷിദാബാദ് പോയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായി സൗത്ത് 24 പർഗാനസിലും ഇപ്പോൾ വലിയ കലാപത്തിന് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ഈ ഏറ്റുമുട്ടലിൽ പ്രതിഷേധക്കാർ പോലീസ് വാൻ കത്തിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി മോട്ടോർ ബൈക്കുകൾ കത്തിച്ചു. നിലവിൽ ലഭ്യമാകുന്ന വിവരം അവിടെ CRPF അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ ശാന്തരാക്കുന്നതിന് അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സന്ദേശകാരി ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് സൗത്ത് 24 പർഗാനസ് മേഖലയിൽ നിന്നും പ്രതിഷേധക്കാർ ഒത്തുചേർന്നുകൊണ്ട് കൊൽക്കത്തയിലേക്ക് മാർച്ച് നടത്താനായിരുന്നു പദ്ധതിയിട്ടത്. ഈ മാർച്ച് സുരക്ഷാ സേന തടയുകയും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനും ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന് നേരെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവർ അക്രമം നടത്തുകയും പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതേ സമാനമായ സാഹചര്യമായിരുന്നു നേരത്തെ മുർഷിദാബാദിലും ഉണ്ടായത്. മുർഷിദാബാദിൽ ആദ്യം പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചു. പിന്നീട് സംഘർഷം വ്യാപിച്ചതോടുകൂടി അത് ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുകയും ഹിന്ദു ഭവനങ്ങൾ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ മണിക്കൂറുകളിലായി മുർഷിദാബാദിൽ നിന്ന് നിരവധി ഹിന്ദു കുടുംബങ്ങളാണ് പലായനം ചെയ്തിട്ടുള്ളത്. അതിന് പിറകെയാണ് ഇപ്പോൾ സൗത്ത് 24 പർഗാനസിലും സംഘർഷം വ്യാപിച്ചിട്ടുള്ളത്. മമതാ സർക്കാർ ഈ അക്രമകാരികൾക്കെതിരെ മാതൃകാപരമായ കഠിനമായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിൽ സംഘർഷം വ്യാപിക്കാൻ, കലാപ അന്തരീക്ഷം പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്ന വിമർശനമാണ് BJP ഉന്നയിച്ചിട്ടുള്ളത്. സമാനമായ സാഹചര്യം 2 വർഷങ്ങൾക്ക് മുൻപ് നോർത്ത് 24 പർഗാനസിലും ഉണ്ടായിരുന്നു. അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടുള്ള അതിക്രമത്തിൽ 50,000-ത്തിലധികം ഹിന്ദുക്കൾ അന്ന് അവിടെ നിന്ന് പലായനം ചെയ്തു എന്നുള്ളതായിരുന്നു കണക്കുകൾ. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് സർക്കാരും നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. KP ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.